ഹായ് ആസിഫ്, ഹായ്, എന്തൊക്കെയാണ് വിശേഷം? എന്തുണ്ട് വിശേഷം? പിന്നെ കാണുന്നില്ല. സുഖം. എന്താ പരിപാടി? ഉഷാറായിട്ട് പോകണ്ട. എന്ത് പരിപാടി? ഞാൻ സസി നിന്റെ എന്തൊക്കെ ഇഷ്ടം? ഇപ്പൊ ഒരു നമ്മ ഇപ്പൊ ഒറ്റയ്ക്ക് ഓൺലൈൻ പോകുന്നു. ആയിട്ട് നമ്മളിപ്പോ എന്റെ സാറ് നമ്മുടെ ഫ്രണ്ടിന്റെ ഒരു ഓഫീസിലുണ്ട്. അപ്പൊ ആദ്യത്തേക്ക് പോകണം. ആടെയാകുമ്പോൾ നമുക്ക് വൃത്തിക്ക് ഇരുന്ന് നമുക്ക് പറയാൻ പറ്റില്ല പറ്റും. ഇപ്പൊ നമ്മൾ ആദ്യത്തേക്ക് പോകുന്നു. ആദ്യം സാറിന്റെ കാര്യമെല്ലാം പറഞ്ഞു തരുന്നു. ഓക്കെ. ഓക്കെ. പക്ഷേ സാറില്ലേ? ആ, സാറും കൂടെ ഉണ്ട്. ഓക്കെ. ആ മല കയറി വാ. എന്താണ് അടിപൊളിയല്ലേ? ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? എന്തായിരുന്നു കാര്യം പറഞ്ഞു? ആ, ഓക്കെ 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 ഓക്കെ. എന്താ പേരെന്താ? ആശിഫ്. എവിടെയാ സ്ഥലം? എവിടെയാ? തളിപ്പറമ്പ്. ഫ്രണ്ടാണോ? അപ്പൊ ഒരുമിച്ച് പഠിച്ചോ അല്ലെങ്കിൽ? അടിപൊളി അടിപൊളി. ഇപ്പൊ അങ്ങനെ പെട്ടെന്ന് എന്താ ചെയ്യുന്നു? ആ, ഓക്കെ. എന്നാ ചോദിച്ചു. ആഷിഖ്. യെസ്. എന്താണ് ആഷിഖ്? എവിടെയാണ് സ്ഥലം? എവിടെയാണ്? സ്ഥലം തളിപ്പറമ്പ്. മലപ്പുറം തന്നെ. അമലിന്റെ എങ്ങനെ ഫ്രണ്ട്സ് എങ്ങനെ? ഫ്രണ്ട് ഫ്രണ്ടാണ്. പഠിച്ചു. അല്ല, ഒരുമിച്ച് പഠിച്ചാണ്. അപ്പൊ എന്തൊക്കെ പഠിക്കാൻ തുടങ്ങി? ചെറുപ്പത്തില്? ചെറുപ്പത്തിലുണ്ട്. ചെറുപ്പത്തിൽ ഒരുമിച്ചാണ്. അടിപൊളി. ഇപ്പൊ എന്നാ പെട്ടെന്ന് കണ്ടുപിട്ടിയാണോ ഇന്ന്? കണ്ടിട്ട് കുറെ ആഹാ, നാളുകൾക്ക് അതാണ് ശേഷം കണ്ടു. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വാ, നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ ശരിക്കും ചെയ്തോണ്ടിരിക്കുന്നത്? എന്താ അപ്പം കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. കാര്യമായിട്ടൊന്നും ചെയ്തില്ല. എന്താ ചെയ്തതെന്താ ശരിക്കും? ഞാൻ സെയിൽസ്മാൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു. സെയിൽസ്. ഓ, അടിപൊളി. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ സെയിൽസ് എന്ന് പറയുന്നത്. ഏതൊരു ബിസിനസ്സുകാരനും രക്ഷപ്പെടാൻ പറ്റുന്ന ഒറ്റ മാർഗം സെയിൽസ് ആണ്. അതറിയാലോ അല്ലെ? ആ, കാരണം ഞാൻ നേവിയിലായിരുന്നു. മോസ്റ്റ് നേവിയിലായിരുന്നു. പിന്നെ നാട്ടില് ചെറിയ ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങി. ചെറിയൊരു വെൽഡിംഗ് ഷോപ്പ് ഉണ്ടായിരുന്നു. ഉം. അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. പിന്നെ ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറും കൂടിയാണ്. പഠിച്ചു. ആ സമയത്ത് മാരുതിയിൽ എന്ത് ചെയ്ത് വർക്ക് ചെയ്തു. അന്നേരമാണ് ഞാൻ എന്ത് ചെയ്തത് നേവിയിലേക്കെല്ലാം പോകുന്നത്. അങ്ങനെ നമ്മളെ എൻ്റെ വീടിന്റെ നിയർ ബേസാണ് നമ്മൾ അമല് താമസിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് അമല് നമ്മളിലേക്ക് വരുന്നത്. ഇന്ന് അമല് സക്സസ് ആയിട്ട് പോകുന്നു. ഞാനും ദൈവം സഹായിച്ച് സക്സസ് ആയിട്ട് പോകണം. അതിന്റെ ഏറ്റവും വലിയ കടപ്പെട്ടിരിക്കുന്നത് ആരോടാണെന്ന് ചോദിച്ചാൽ ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന എംപവർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫാസ്റ്റ് ട്രാക്ക് മെമ്പേഴ്സ് ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ എംപവർ എന്ന് പറയുന്നത്. ആ എംപവർ ആണ് എന്ത് ചെയ്യുന്നത്? ഇപ്പം അമലും ഞാനും അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എംപവർ കമ്മ്യൂണിറ്റി കോയിൻ ഫോർജ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ്.